ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്ത്, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 10 ഒന്നാമത്തെ വായനാ ഭാഗം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 4ഉം 5ഉം അധ്യായങ്ങൾ. ഇവിടെ ശലോമൻ രാജാവ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രഭുക്കന്മാരുടെ പേരുകളൊക്കെയും എഴുതപ്പെട്ടിരിക്കുകയാണ്. പുരോഹിതന്മാരുടെ പേര്, അതുപോലെ രായസക്കാരുടെ പേര്, മന്ത്രിയായിരിക്കുന്ന മന്ത്രിയുടെ പേരും, അതുപോലെ സേനാധിപതി, പിന്നെ രാജധാനി വിചാരകൻ, രായസക്കാരൻ, അതുപോലെ ഊഴിയവേലക്കാരുടെ മേധാവി, ഇവരുടെയൊക്കെയും പേരുകളും ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ രാജകൊട്ടാരത്തിലേക്ക് ആഹാര പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം, അതിൻ്റെ ഒരു ലിസ്റ്റ്, അതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ, അതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ യഹൂദായും ഇസ്രായേലും കടൽക്കരയിലും മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. നദി മുതൽ, അതായത് യോർദാൻ നദി മുതൽ ഫെലിസ്ത്യ ദേശം വരെയും മിസ്രൈമിൻ്റെ അതിർ വരെയും സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അപ്പം വലിയൊരു വിശാലമായ രാജ്യമായിരുന്നു, വളരെ വിശാലമായ രാജ്യമായിരുന്നു ശലോമോൻ്റെ ഇത്. അവിടെ ഉണ്ടായിരുന്ന ചില രാജാക്കന്മാർ, അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാർ, അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ ജീവപര്യന്തം സേവിച്ചു എന്നാണ്. അപ്പം അങ്ങനെ കപ്പമൊക്കെ കൊണ്ടുവന്ന് രാജാക്കന്മാർ, അതിൻ്റെ ദിവസവും ഉള്ള ചെലവുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് നേരിയ മാവ്, മാന്, മ്ലാവ്, ഇളമാന്, പുഷ്ടി വരുത്തിയ പക്ഷികൾ, കാളകൾ, പിന്നെ ആടുകൾ, ഇതെല്ലാം എത്രമാത്രം ആവശ്യമുണ്ടായിരുന്നു ഓരോ ദിവസവും എന്നുള്ള കണക്കുകളും അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം കാണുന്നത്, അവിടെ ഏഥാന്, ഹേമാന്, കൽക്കോൽ, ദർദ എന്നിവരൊക്കെ വലിയ ജ്ഞാനികളായ ആളുകൾ ഓൾറെഡി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് അവിടുത്തെ ജ്ഞാനികളായിട്ട് കണക്കാക്കിയിരുന്ന ആളുകൾ. ഈ ശലോമോൻ്റെ ജ്ഞാനം അവരെക്കാൾ ശ്രേഷ്ഠമായൊരു ജ്ഞാനം. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ശലോമോന്, അതാണ്, ദൈവമാണ് ശലോമോന് ജ്ഞാനം കൊടുത്തത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. ശലോമോൻ ജ്ഞാനമാണ് ആവശ്യപ്പെട്ടത്, വേറൊന്നും ആവശ്യപ്പെട്ടില്ല. ശലോമോൻ ആവശ്യപ്പെട്ടതിലധികമായ ജ്ഞാനവും അധികമായ സമ്പത്തും അധികമായ മാനവും ഒക്കെ ദൈവം കൊടുത്തു. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമിൻ്റെ സകല ജ്ഞാനത്തെക്കാളും അക്കാലത്തെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് മിസ്രൈമരാണ്. മിസ്രൈമർക്ക് പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ടെക്നിക്കൽ നോളജ് അത് എല്ലാം ഉണ്ട്. അങ്ങനെയാണല്ലോ ഈ പിരമിഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും, പിരമിഡ്സ് മാത്രമല്ല, ഒരുപാട് ടെക്നോളജിക്കലി, അതുപോലെ തന്നെ സൂത്രപ്പണികൾ, കാര്യങ്ങളെല്ലാം നന്നായി ജ്ഞാനമുള്ള ഒരു വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഉയർച്ച പ്രാപിച്ച ഒരു ജനസമൂഹമായിരുന്നു പല കാലങ്ങളിലും മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മിസ്രൈമരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ 3000 സദൃശ്യവാക്യം പറഞ്ഞു. അവൻ്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലെബനോനിലെ ദേവദാരു മുതൽ സൂര്യന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. എല്ലാത്തിനെക്കുറിച്ചും വലിയ ജ്ഞാനമായിരുന്നു. വായിച്ച് പഠിച്ചതെന്നല്ല, ഹൃദയത്തിൽ ദൈവം കൊടുത്ത ജ്ഞാനം. നമ്മളൊക്കെ പഠിക്കുന്ന അങ്ങനെ, നമ്മളൊക്കെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ച് ഓരോ ക്ലാസ് കഴിയുന്നതോറും പുതിയ പുതിയ ജ്ഞാനം നേടുക. ഇതങ്ങനല്ല, ദൈവം കൊടുത്ത ജ്ഞാനം. ഈ ശലോമോൻ്റെ ജ്ഞാനം കേട്ട രാജാക്കന്മാർ, ദൂരെ നിന്ന് ഉള്ള ആളുകൾ പലരും ശലോമോൻ്റെ അടുത്ത് വന്ന് ശലോമോൻ്റെ ജ്ഞാനം കേൾക്കാൻ വന്നു എന്നുള്ളതാണ് 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ ഈ സോർ രാജാവായ ഹീരാം, അദ്ദേഹം ദാവീദ് രാജാവുമായിട്ട് വളരെ സുഹൃത്തായിരുന്നു, വളരെ സൗഹൃദമുള്ള ആളായിരുന്നു. അങ്ങനെ ആ ദാവീദ് മരിച്ചു, ദാവീദിൻ്റെ മകൻ രാജാവായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ആ ശലോമോനെ പിന്നെ അഭിനന്ദിക്കാനും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഹീരാം അയക്കുകയാണ്. അപ്പോൾ ഹീരാം അവിടെ വന്ന് സമ്മാനങ്ങൾ കൊടുത്തു കാണും, അതൊന്നും എഴുതിയിട്ടില്ല. സമ്മാനം കൊടുത്തു കാണും, അഭിനന്ദനങ്ങൾ അറിയിച്ചു കാണും, ഒക്കെ ചെയ്തു കാണും. പക്ഷെ തിരിച്ച് ശലോമോൻ ഹീരാമിൻ്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ,
എൻ്റെ അപ്പനായ ദാവീദിൻ്റെ ശത്രുക്കളെ യഹോവ അവൻ്റെ കാൽ കീഴാക്കുമ്പോൾ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോൾ ഇപ്പം ആലയത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ് അങ്ങോട്ട് പറയുന്നത്. അതായത് അന്ന് ആലയം ദൈവം പണിയാൻ ദാവീദിനെ അനുവദിച്ചില്ല, മറിച്ച് നിൻ്റെ മകൻ സിംഹാസനത്തിരിക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. അപ്പോൾ എന്നെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ സഹായം ആവശ്യപ്പെടുകയാണ് ഹീരാമിനോട്. ആലയം പണിയാൻ ആവശ്യമായ സഹായങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഹീരാമിന് വളരെ സന്തോഷമായി. ഈ ജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത് യഹോവ എന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഹീരാം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവദാരു, സരളമരം ഇതൊക്കെ ഞാൻ ചെയ്തു തരാം. എൻ്റെ വേലക്കാർ ലെബനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തെ കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എൻ്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ എൻ്റെ ഇഷ്ടമൊന്നും നിർത്തി. അപ്പം നീ ഞങ്ങൾക്ക് ആഹാരമാണ്, ഞങ്ങൾക്ക് ഇവിടെ ആഹാരത്തിന് കുറവുള്ളത് കൊണ്ടായിരിക്കാം ഹീരാം അങ്ങനെ പറയുന്നത്. അപ്പം ആഹാരം എത്തിച്ചു തരണം. അപ്പം അതൊരു എഗ്രിമെൻ്റ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഗോതമ്പും എണ്ണയും അങ്ങനെ ഹീരാമിന് ആണ്ടുതോറും ശലോമോൻ കൊടുക്കുകയും പതിവായിരുന്നു. അപ്പോൾ അവർ അപ്പനുമായിട്ടുണ്ടായിരുന്ന അതേ സൗഹൃദം തന്നെ ഹീരാം ശലോമോനുമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട്. അവർ ഊഴിയ വേലക്കാർ ഒക്കെയും അനുവദിക്കുന്നു. അത് ഊഴിയ വേലക്കാരെ എടുക്കുന്നത് ഇസ്രായേലിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അവിടെ കല്ല് വെട്ടുകാർ അവരൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ ശില്പികൾ ആവശ്യമുണ്ടായിരുന്നു. അവിടെ ശലോമോൻ്റെ ശില്പികളും ഹീരാമിൻ്റെ ശില്പികളും ഗബാല്യരും ആലയപണിക്കായി മരവും കല്ലും ചെത്തിയൊരുക്കി. അവിടെ മുമ്പോട്ടുള്ള അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എല്ലാം ഒരുപോലത്തെ കല്ലുകൾ ചെത്തി ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അച്ചിൽ വാർത്തെടുക്കുന്ന നമ്മൾ ഇന്നത്തെ കാലത്തെ കല്ല് പോലെയല്ല. ഇന്നത്തെ കാലത്തെ കല്ലാണെങ്കിൽ അച്ച് ശരിയാക്കി വെച്ചാൽ അത് തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഇത് ചെത്തി മിനുക്കി എടുക്കുന്ന, അളവ് പിടിച്ച് ചെത്തിയെടുക്കുന്ന ഒരുപോലെ ഇരിക്കുന്ന കല്ലുകളാണ്, വ്യത്യാസമില്ലാത്ത കല്ലുകൾ. അത് ചെയ്തിരുന്നത് എവിടുന്നാണോ കല്ലെടുക്കുന്നത് ആ തറയിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ആ മൺഭൂമിയിൽ വെച്ച് തന്നെ അതിനെ കുറവ് തീർത്തിട്ടാണ് ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവിടെ അല്ല, ഈ അധ്യായത്തിലല്ല, അവിടെ യാതൊരുവിധ ശബ്ദവുമില്ലായിരുന്നു. അവിടെ യാതൊരുവിധ ശബ്ദവും ഉണ്ടായിരുന്നില്ല. ഇത് കൊണ്ട് വെച്ച് അടുക്കുന്ന അവിടെ അല്ലെങ്കിൽ ഉളിയുടെയും വെട്ടിൻ്റെയും തട്ടിൻ്റെയും ഒക്കെ ശബ്ദം കേൾക്കേണ്ടതാണ്. അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതെല്ലാം കുറവ് തീർത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് അടുക്കുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ദേവാലയം പണി മുമ്പോട്ട് പോയതെന്നുള്ളതാണ് നമ്മൾ പിന്നീട് വായിക്കുന്നത്. രണ്ടാമത്തെ വായനാ ഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. അവിടെ തുടക്കത്തിലെ വാക്ക്, ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ആ കാലത്ത്, ഏത് കാലത്ത്? അത് 30-ാമത്തെ അധ്യായത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള, നന്മയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ വാക്ക്, യഹോവയുടെ ഉഗ്രകോപം അവൻ്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കോളം മടങ്ങുകയില്ല. ഭാവി കാലത്ത് നിങ്ങൾ അത് ഗ്രഹിക്കും. ആ കാലത്ത് ഞാൻ ഇസ്രായേൽ. അപ്പോൾ അത് ആ ഭാവി കാലത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുമ്പത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഭാവി കാലത്ത് സംഭവിക്കും. ആ ഭാവി കാലത്ത് തന്നെ ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. വാളിന് തെറ്റിശേഷിച്ച് ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്താൻ പോകുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ വളരെ പ്രത്യാശയുള്ള വാക്കുകളുടെ ഒരു സംഹാരമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പിൻ, ജാതികളുടെ തലവനെക്കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവിൻ. ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവേ, ഇസ്രായേലിൻ്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമെന്ന് പറവിൻ. ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണികളെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്കും മടങ്ങി വരും. എന്നിട്ട് ഞാൻ ഇസ്രായേലിൻ്റെ പിതാവും എഫ്രൈമിൻ്റെ ആദ്യജാതനുമല്ലോ. ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവർ അവനെ കൂട്ടിച്ചേർത്തു.
അപ്പം ആരാണ് ഇസ്രായേലിനെ ചിതറിച്ചത്? ദൈവം തന്നെയാണ്. ആ ദൈവം തന്നെയാണ് അവരെ കൂട്ടിച്ചേർത്ത് ഒരു ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറയും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ ഇങ്ങനെ യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും. അവർ സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. അപ്പോൾ അവനേക്കാൾ ബലവാനായവൻ്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനേക്കാൾ ബലവാന്മാരായിരുന്നവരാണ് കൽദേർ അല്ലെങ്കിൽ ബാബേലിലുള്ളവർ അല്ലെങ്കിൽ നെബൂഖദ്നേസറിൻ്റെ രാജ്യത്തെ ആളുകൾ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു എന്നാണ്. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും. അവർ ഇനി ക്ഷീണിച്ചു പോകുകയില്ല. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി വരും. ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെയും വളരെ പ്രത്യാശയുടെയും വന്നുപോയ നിന്ദകളുടെയും കഷ്ടങ്ങളുടെയും ശിക്ഷയുടെയും ഒക്കെ കാലത്തിൽ നിന്ന് മാറി ഒരു മടങ്ങിവരവ്. ആ മടങ്ങിവരവ് തന്നെ വളരെ സന്തോഷത്തോടുള്ള മടങ്ങിവരവ്. ദേശത്ത് വന്നാൽ നന്മ അനുഭവിക്കുന്നത് എല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് അന്നാളിൽ ഇനി പറയില്ല. ഓരോരുത്തൻ താൻ്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത്. പച്ചമാങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പൊളിക്കുകയുള്ളൂ എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അപ്പം ആ ഒരു പുതിയ നിയമം ചെയ്ത കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അത് അവിടെ തന്നെ എഴുതിയിട്ടുമുണ്ട്. പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അപ്പം ആ നിയമങ്ങൾ ഉണ്ടായത് എന്താണ്? അത് മരുഭൂമിയിൽ വെച്ച് ആണ് ഈ നിയമങ്ങളൊക്കെ ജനം ഇവിടെ എത്തുന്ന സമയത്ത്, അതായത് മരുഭൂമി യാത്രയിൽ, കനാൻ യാത്രയുടെ സമയത്താണ് ഈ നിയമങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അപ്പം അതുപോലെ അല്ല, ഒരു വ്യത്യസ്തമായ നിയമമായിരിക്കും ഞാൻ അവർക്ക് കൊടുക്കുന്നതെന്നാണ് ദൈവം പറയുന്നത്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ഈ നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകത്യം മോചിപ്പിക്കും. അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. എൻ്റെ അവസാന വാക്യം, അളവ് ചരട് പിന്നെയും നേരെ ഗോരേബ് കുന്നിലേക്ക് ചെന്ന് ഗോവഹിലേക്ക് തിരിയും. ശവങ്ങൾക്കും വെണ്ണീറിനുമുള്ള താഴ്വര മുഴുവനും കിദ്രോൻ തോട് വരെയും കിഴക്ക് കുതിരവാതിലിൻ്റെ കോണ് വരെയുമുള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ ഇനി ഒരു നാളും പറിച്ചു കളയുകയില്ല, ഇടിച്ചു കളയുകയുമില്ല. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങൾ. അവരുടെ ഒരു മടങ്ങി വരവ്, അവരുടെ സ്ഥിരപ്പെടുത്തൽ ഒക്കെ നമ്മളിവിടെ വായിക്കുകയാണ്. മൂന്നാമത്തെ വായനാഭാഗം മർക്കോസ് 5-ാം അധ്യായം. യേശുക്രിസ്തു ഗലീല കടലിൻ്റെ തീരങ്ങളിലൊന്നായ ഗദരദേശത്ത് എത്തുകയാണ്. പടകിൽ നിന്ന്, അതായത് വള്ളത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറയിലാണ് അയാളുടെ താമസം. അയാൾ എഴുന്നേറ്റ് വന്നു. അത് ചങ്ങലയൊക്കെ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്, പക്ഷേ ചങ്ങലയൊക്കെ അയാൾ പൊട്ടിച്ചിട്ട് വരും. അങ്ങനെ വലിയ ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യൻ. പക്ഷേ എഴുതിയിരിക്കുന്നത് ഭൂതം ബാധിച്ചവൻ എന്നൊക്കെയാണ്, അശുദ്ധാത്മാവുള്ള മനുഷ്യൻ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ അയാൾ ഒരു ഭ്രാന്തനാണ്. ഭ്രാന്ത് ബാധിച്ച് തൻ്റെ യഥാർത്ഥ സ്വത്വവും താൻ ആയിരുന്നു ഒക്കെ മറന്ന് അവിടെ ക്രിസ്തു ചോദിക്കുമ്പോൾ, നീ ആരെന്ന് ചോദിക്കുമ്പം, ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. എൻ്റെ പേര് ലെഗ്യോൻ എന്നാണ്. ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പേരല്ല, മറിച്ച് ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ്. 2000 പേരോ അങ്ങനെ ഒരു പ്ലറ്റൂൺ എന്നൊക്കെ പറയുന്നൊരു പടയാളികളുടെ കൂട്ടത്തെയൊക്കെ പറയുന്ന ഒരു വാക്കാണ് ലെഗ്യോൻ. 2000 ആണെന്ന് തോന്നുന്നു അതിൻ്റെ കണക്ക്. അതിനെയാണ് ഇയാൾ പേരായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ഭ്രാന്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ എന്തും ചെയ്യും അയാൾ ഭയങ്കര ശക്തനാണ്. ചങ്ങലയൊക്കെ വലിച്ചു പൊട്ടിക്കുന്ന തരത്തിൽ ശക്തനാണ്. അവിടെ എന്നാൽ അങ്ങനെ ആയിരിക്കുന്ന മനുഷ്യൻ യേശുവിനോട് ഉറക്കെ നിലവിളിച്ച് പറയുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞിരുന്ന അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടുപോയെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്,
അയ്യോ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ, നീ എന്നെ വെറുതെ വിട്ടേക്കാൻ പറയുന്നു. പക്ഷേ അപ്പോൾ അപ്പുറത്തൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഈ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ രോഗാവസ്ഥ പൂർണ്ണമായും അയാളിൽ നിന്ന് വിട്ടുമാറി ആ പന്നികളിലേക്ക് കടന്നു. അത് ഇയാളുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങളെ പന്നിയിലേക്ക് അയക്കണം എന്ന് പറയുന്നത് അയാളുടെ അഭ്യർത്ഥനയാണ്, ഈ രോഗം ബാധിച്ചവൻ്റെ. അങ്ങനെ പന്നികളിലേക്ക് ഈ ഈ ഭ്രമം ചെല്ലുകയും ആ പന്നികളെല്ലാം വലിയൊരു വിഭ്രമത്തിലായി അവർ കടലിൽ പോയി ചാവുകയാണ് കാണുന്നത്. പക്ഷെ അത് ഉടമസ്ഥന്മാരുള്ള പന്നികളായിരുന്നു. അവർ വന്നപ്പോൾ ഇത് സംഭവിച്ചത് കണ്ടിട്ട് യേശുക്രിസ്തുവിനെ അവിടെ വിട്ടു പോരാൻ പറയുന്നുണ്ട്. അയാളോട് പറയുന്നുണ്ട്, നിനക്ക് ദൈവം ചെയ്തത് ഒക്കെയും നീ കാണിച്ചതൊക്കെ മറ്റുള്ളവരെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അയാളെ അയക്കുന്നത്. പക്ഷെ അയാൾ വളരെ സുബോധം പൂണ്ടും നല്ല വസ്ത്രം ധരിച്ചും ഒക്കെ ഇരിക്കുന്നതൊക്കെ ആളുകൾ കാണുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് യായിറോസ് എന്നൊരാൾ തൻ്റെ മകൾ അത്യാസന്നത്തിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് കൈവച്ച് ചെയ്യിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പിന്നെ കാണുന്നത് അതിൻ്റെ 35-ാമത്തെ വാക്യത്തിലാണ്. അവിടെ വെച്ച് കാണുന്നത് ഈ യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി എന്ന് ആരോ വന്ന് പറയുകയാണ്. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറയും. യേശു അത് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും കൂട്ടി ആ പള്ളിപ്രമാണിയുടെ വീട്ടിൽ ചെന്നു. കരയുന്നവരെയൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക എത്രയെന്ന് പറഞ്ഞു. അവർ കളിയാക്കി. മരിച്ചുപോയ കുട്ടിയെ സംബന്ധിച്ച് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു എന്നതാണ് കാര്യം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാലയുടെ ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അവൾ മരിച്ചിരുന്ന കുട്ടി ജീവൻ പ്രാപിച്ച് പുറത്തു വരുന്നത് കാണും. ഇതാരും അറിയരുത് എന്ന് അവരോട് പറഞ്ഞു. ആ കുട്ടിക്ക് ഭക്ഷണം ഭക്ഷിക്കാൻ കൊടുക്കാനും പറഞ്ഞു. ഈ സംഭവത്തിനിടയ്ക്കാണ് വേറൊരു കാര്യം. 25-ാമത്തെ വാക്യം മുതൽ 34-ാമത്തെ വാക്യം വരെ കുറേ വർഷങ്ങളായിട്ട് രക്തസ്രാവം, ബ്ലീഡിങ് ഉള്ളൊരു സ്ത്രീ, 18 വർഷമായിട്ടെന്നാണ്, 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ, ഒരുപാട് പണം ചിലവാക്കി, ഒരുപാട് വൈദ്യന്മാരെ കണ്ടു, പല ദേശങ്ങളിലും പോയി, സൗഖ്യം വരാതെ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞിട്ട് തിക്കി തിരക്കി ഒരു പരുവത്തിന് അവൾ വിശ്വസിച്ച പോലെ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിലും തൊട്ടു. അപ്പോൾ തന്നെ അവളുടെ സ്രവം നിന്ന് അവൾ സൗഖ്യമുള്ളവളായി. അവിടെ യേശുക്രിസ്തു ചോദിക്കുന്നത്, എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നുണ്ട്. ശിഷ്യന്മാർ പറയാണ്, എല്ലാവരും തിക്കി തിരക്കി നിൽക്കുന്നത്, നിന്നെ തൊട്ടതാരം. അവിടെ ഒരുപാട് പേര് നിന്നെ തൊട്ടിട്ടുണ്ട്, ആര് തൊട്ടെന്നുള്ളത് അങ്ങനെ പറയാനൊക്കില്ല എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ഭാഷ്യം. പക്ഷേ യേശുക്രിസ്തു പറയുന്ന തൊടൽ എന്ന് പറയുന്നത് ആഗ്രഹത്തോടെ, ആവശ്യബോധത്തോടെ, വിശ്വാസത്തോടെ തൊട്ട ഒരു തൊടിയിലിനെ കുറിച്ചാണ്. അപ്പം സ്ത്രീ തന്നെ സ്വയം വന്ന് പറഞ്ഞു, ഞാനാണ് തൊട്ടത്. അവൾ പേടിച്ചുപോയി. അതായത് അങ്ങനെ കഴിവുള്ള ഒരുവന് ആരാണ് തൊട്ടതെന്ന് അറിയാനുള്ള കഴിവും കാണുമല്ലോ. അതുകൊണ്ട് ഒളിച്ചിരിക്കേണ്ട, താൻ തന്നെ പോയി പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് പോയി പറയാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാനാണെന്ന് പറയുന്നത്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. അപ്പോൾ ക്രിസ്തുവിന് അതും അറിയാം, ഈ ഇത്ര നാളായിട്ട് രോഗിയായിരുന്ന സ്ത്രീയാണ്, അവരുടെ അവസ്ഥ, അവരുടെ ആഗ്രഹം, അവരുടെ നീഡ് എന്തുമാത്രം വലുതാണെന്നുള്ളത് ക്രിസ്തുവിനറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ച സ്വസ്ഥതയുടെ വലിപ്പവും ക്രിസ്തുവിനറിയാം. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, സമാധാനത്തോട് പോയി ബാധ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം എന്ന് ക്രിസ്തു അവളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് 5-ാമത്തെ അധ്യായത്തിലുള്ള കാര്യങ്ങൾ. ഇത് ക്രിസ്തു തുടർന്നും പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ക്രിസ്തു തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്ത്, വചനം വായിക്കുന്നത് തന്നെ ഇതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉദ്ദേശം, ദൈവം ഇങ്ങനെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജനിക്കുമാറാക്കിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും, ദൈവം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ദൈവം ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തു.
യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നത് ദൈവത്തെ വെളിപ്പെടുത്തിയവനെന്നാണ്. ദൈവത്തെ വെളിപ്പെടുത്തിയവനെന്ന്. പലരും ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും ദൈവത്തെ വെളിപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിലാണ് ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പം ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്, മോശയും ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് മോശ പറയുന്നത്, ദൈവം ചെയ്യേണ്ട അത്ഭുതങ്ങളാണ് മോശ ചെയ്യുന്നത്, യെശയ്യാപ്രവാചകനിലൂടെയും ദൈവം വെളിപ്പെടുന്നുണ്ട്. അങ്ങനെ വെളിപ്പെടലുകളുണ്ട് അനവധി. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതുപോലെ ദൈവം മറ്റൊരാളിലും വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ വെളിപ്പെട്ടത് യേശുക്രിസ്തുവിലാണ് എന്ന് മാത്രം. അപ്പം അങ്ങനെ ഒരു ജീവിതം നയിച്ച് പോകുന്ന ഒരു 3-3.5 വർഷക്കാലം, അതിനു മുമ്പുള്ളതൊന്നും നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ, ഒരു 12ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 30ാമത്തെ വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല. പുറത്ത് ഉള്ള വേറെ എന്തെങ്കിലും രേഖകളോ, അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരം രേഖകളൊക്കെ മാത്രമേ ആ ഇതിനെ സംബന്ധിച്ച് ഉള്ളൂ. ചിലരൊക്കെ ഇന്ത്യയിൽ വന്നു എന്നൊക്കെയും പറയുന്നുണ്ട്. അതിൻ്റെയും വിശ്വാസത്തെ സംബന്ധിച്ചൊന്നും അറിവില്ല. താങ്ക് യു.